സർക്കാരിന്റെ പണമെന്ന് പറഞ്ഞാൽ നമ്മുടെ പണമാണ്. കയറുൽപ്പന്നങ്ങൾ കയറിന് വേണ്ടി ഒന്നും ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ആ പ്രോജക്റ്റ് ഇല്ലാതാക്കുകയും മറ്റ് ചെയ്യുന്ന പ്രോജക്റ്റുകളിലേക്ക് അവരെ കൂടി അമാൽഗമേറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് ഞങ്ങൾ പരിശോധിക്കുകയാണ്. അല്ലെ അവർ ജോലി ചെയ്യണം. ഇത് ഒരു ജോലിയും ചെയ്യാതെ കയർ പ്രോജക്ട് ഓഫീസ് വെറുതെ വെച്ചിട്ട് എന്ത് കാര്യം? അനാവശ്യമായ അഡ്വർടൈസ്മെന്റ് കൊടുക്കുക, ആവശ്യമില്ലാത്ത ജീവനക്കാരെ കുത്തി നിറയ്ക്കുക, ഇതുകൊണ്ടൊന്നും സ്ഥാപനം രക്ഷപ്പെടില്ല. ന്മാരുമായി സംസാരിക്കുന്നുണ്ട്. പ്രവർത്തിക്കാത്ത അല്ലെങ്കിൽ തൊഴിലെടുക്കാൻ കഴിയാതെ പോയിട്ടുള്ള തൊഴിലാളികൾക്ക് ഓണത്തിന് എന്തെങ്കിലും കൊടുക്കുന്ന കാര്യത്തെപ്പറ്റി ഗൗരവമായി ചർച്ചയാണ്. ഇന്ന് ഞാൻ ഈ യോഗത്തിന് വരുന്നതിന് മുമ്പ് ധനകാര്യമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നാളെ വൈകിട്ട് ഞങ്ങൾ തമ്മിൽ വീണ്ടും ഒരു ചർച്ച, മറ്റു പല കാര്യങ്ങളിൽ ചർച്ചയുള്ള കൂട്ടത്തിൽ ഇതും സംസാരിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കൂലിയുടെ കാര്യമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കൂലി കൂട്ടിയെങ്കിലും അത് ഫലപ്രദമായില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. സംസ്ഥാന ഗവൺമെന്റ് സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടാകാം, ഗവൺമെന്റ് കൊടുക്കേണ്ട പണം കൊടുത്തില്ല, സംഘങ്ങൾ കൊടുത്ത പണം മാത്രമാണ് കൊടുത്തത്. ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പരാതികൾ നിലനിൽക്കുന്നുണ്ട്. എന്നാലും ഈ കൂലി വർധന അനിവാര്യമാണ് എന്നുള്ള ധാരണയിലാണ് നമ്മളൊക്കെ പ്രവർത്തിക്കുന്നത്. ഒന്നുകൂടി സംഘങ്ങളുമായും കയർ ഫെഡുമായും കയർ കോർപ്പറേഷന്റെ അധികൃതരുമായും തൊഴിലാളി നേതാക്കന്മാരുമായി സംസാരിച്ച് ഒരു വ്യക്തത വൈകാതെ ഈ കാര്യത്തിൽ ഉണ്ടാക്കും. ഞാനിവിടെ പ്രഖ്യാപിച്ചിട്ട് കൊടുക്കാൻ ആ പരിപാടിക്കാനില്ല. പ്രഖ്യാപിച്ചാൽ കൊടുത്തിരിക്കണം, ഇല്ലെങ്കിൽ പ്രഖ്യാപിക്കില്ല. അപ്പൊ അവരുമായി, തൊഴിലാളി നേതാക്കന്മാരുമായും കോർപ്പറേഷൻ, കയർ ഫെഡ് തുടങ്ങിയിട്ടുള്ള മാനേജ്മെന്റുമായി ഒന്നുകൂടി സംസാരിച്ച് നമുക്കതിനൊരു പരിഹാരം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. പാലക്കാട്, കോഴിക്കോട് മേഖലകളിൽ ഇന്ന് ചകിരി തൊണ്ട് കൊണ്ടുപോകുന്നതെല്ലാം തമിഴ്നാട്ടുകാരാണ്. അത് നിർത്തി നമുക്ക് തന്നെ ആധുനിക മെഷീനുകൾ വെച്ചുകൊണ്ട് ചകിരി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ എന്നൊരു പരീക്ഷണം ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഹരിതകർമ്മ സേനയെ കൊണ്ട് നമ്മുടെ ഈ നാട്ടിൽ തൊണ്ട് കളക്ട് ചെയ്ത് തൊണ്ട് നൽകുന്നവർക്ക് ചെറിയ ആനുകൂല്യം കൊടുത്താൽ അത് കിട്ടുമോ എന്നും പരിശോധിക്കുകയാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. അതുപോലെ സംഘങ്ങൾ റിവൈവ് ചെയ്യാൻ കഴിയുന്ന സംഘങ്ങളെ റിവൈവ് ചെയ്യുക. അവരുടെ പ്രശ്നങ്ങൾ ഓരോ പ്രോജക്ട് ഓഫീസറും 10 പ്രോജക്റ്റുകളാണുള്ളത്. അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ റിപ്പോർട്ട് തരണം. എന്താണ് നിങ്ങളുടെയൊക്കെ പ്രോജക്റ്റുകളിലെ പ്രശ്നം, എങ്ങനെ റിവൈവ് ചെയ്യാം? അപ്പോൾ അവർ ഈ ആഴ്ചയെങ്കിലും ആ റിപ്പോർട്ട് തരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒരു കാരണവശാലും ഒരു പ്രോജക്റ്റിൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ആ പ്രോജക്റ്റ് വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? സർക്കാരിന്റെ പണമെന്ന് പറഞ്ഞാൽ നമ്മുടെ പണമാണ്. കയറുൽപ്പന്നങ്ങൾ കയറിന് വേണ്ടി ഒന്നും ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ആ പ്രോജക്റ്റ് ഇല്ലാതാക്കുകയും മറ്റ് ചെയ്യുന്ന പ്രോജക്റ്റുകളിലേക്ക് അവരെ കൂടി അമാൽഗമേറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് ഞങ്ങൾ പരിശോധിക്കുകയാണ്. അല്ലെ അവർ ജോലി ചെയ്യണം. ഇത് ഒരു ജോലിയും ചെയ്യാതെ കയർ പ്രോജക്ട് ഓഫീസ് വെറുതെ വെച്ചിട്ട് എന്ത് കാര്യം? ഇപ്പൊ തന്നെ നമ്മൾ ഓണത്തിന് കയറിന് ഒരു കൈത്താങ്ങ് പദ്ധതി, ഞാനിപ്പോ കുറെ വീടുകളിൽ കയറിയുന്നത്, ഒരെണ്ണം ഉൽപ്പന്നം ചോദിച്ചെടുത്ത് 2-3 ഉൽപ്പന്നം അല്ലേ, 2-3 ഉൽപ്പന്നം ആളുകൾ വാങ്ങിച്ചു. അപ്പൊ ആ ഉൽപ്പന്നം കൊടുത്താൽ അത് പ്രയോജനം ഉണ്ടാകും. ഈ 10 പ്രോജക്റ്റിന് ഞങ്ങൾ ഒരു ടാർഗറ്റ് വെക്കുകയാണ്. പ്രോജക്റ്റിന് നമ്മൾ 1.5 കോടി രൂപയുടെ സെയിൽസ് ഉണ്ടാകണം എന്ന ടാർഗറ്റ് വെച്ചിരിക്കുകയാണ്. 6 മാസമാണ് ഈ പദ്ധതി. നാളെ രാവിലെ മുതൽ, ഇന്ന് ആരംഭിച്ചു, ജനുവരി 10 വരെ 6 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിനാണ് നമ്മൾ ആരംഭിക്കുന്നത്. പിത്തിന്റെ കാര്യത്തിലാണ്. ഇന്ന് ലോക മാർക്കറ്റിൽ ഏറ്റവും വലിയ സ്വീകാര്യതയുള്ളത് ചകിരി ചോറിനാണ്. അതിന്റെ മുഴുവൻ പ്രയോജനം എടുക്കുന്നത് തമിഴ്നാടാണ്, ശ്രീലങ്കയാണ്. നമുക്ക് വലിയ വിലയാണ്. നമ്മുടെ ആൾക്ക് ഇത് അറിയത്ത് പോലുമില്ല.
ഈ ചകിരിച്ചോറിന് വിലയുണ്ടെന്ന് നമ്മുടെ സാധാരണക്കാർക്ക് അറിയത്ത് പോലുമില്ല. അപ്പം അതിനുവേണ്ടി പ്രത്യേക ഒരു സ്കീം ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥാപനങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണം. ഇത് പ്രവർത്തിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? തൊഴിലാളികൾക്കും സാധാരണ കേരളത്തിലെ ജനങ്ങൾക്കും വേണ്ടിയാണ്. അനാവശ്യമായ അഡ്വർടൈസ്മെന്റ് കൊടുക്കുക, ആവശ്യമില്ലാത്ത ജീവനക്കാരെ കുത്തി നിറയ്ക്കുക, ഇതുകൊണ്ടൊന്നും സ്ഥാപനം രക്ഷപ്പെടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയും, തൊഴിലാളി നേതാക്കന്മാരുമായി ആലോചിച്ച് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കയർ എക്സ്പോർട്ടേഴ്സിന് നല്ല ലാഭമുണ്ടല്ലോ. ചേർത്തലയിലെ പല കയർ സൊസൈറ്റികളും നല്ല ലാഭത്തിലാണല്ലോ. സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളിൽ എന്തുകൊണ്ട് ലാഭം ഉണ്ടാകുന്നില്ല?